ഇവിടെ ജസ്ന വന്നിരുന്നു? ഇല്ല. ജസ്നയോട് സാമ്യമുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ? ഇല്ല, വന്നിട്ടില്ല. ഇവിടെ മുൻപ് ജോലിക്ക് നിന്നിരുന്ന സ്ത്രീ പറയുന്നത് ഇവിടെ അവർ കണ്ടിരുന്നു, പല്ലിൽ ക്ലിപ്പിട്ട ജസ്നയെ തന്നെ കണ്ടിരുന്നു, പിങ്ക് കളർ ഡ്രസ് ഇട്ടാണ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അത് എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇതൊരു കരുവാക്കി തീർക്കുന്നതാണത്. ഇതിന് പിന്നിൽ കുറേ പേരുണ്ട്. എൻ്റെ പേര് കഴിഞ്ഞ ദിവസം ഒരു അക്കോസിറ്റിക്ക് ജാതിപ്പേര് വിളിച്ച് നമ്മുടെ കേസ് കൊടുത്തിരുന്നു. ആ കേസിൽ ജാമ്യം കിട്ടി. ജാമ്യം കിട്ടുന്നതിന് 2 ദിവസം മുമ്പ് 5 ലക്ഷം രൂപയും അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം വീടും കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ലോഡ്ജ് പൂട്ടുമെന്ന് പറഞ്ഞ ഭീഷണിയുണ്ട്. അതിൻ്റെ റെക്കോർഡെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു വ്യക്തിവൈരം എന്നെ കൂടെ തീർക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ കോടതി ജാമ്യത്തിന് ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞ 5 കൊലക്കേസിലെ പ്രതിയാണ് ഞാൻ എന്നെല്ലാം കോടതിയിൽ ഇവർ എഴുതിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വാദത്തിന് ശേഷമാണ് നമുക്ക് ജാമ്യം ലഭിച്ചത്. ഇതെല്ലാം ഒരു കളവായിട്ട് മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ട്. ഒരു വിവരാവകാശപ്പെടുത്തലെന്ന് പറഞ്ഞ് മുണ്ടക്കയത്ത് ഇത് സ്ഥിരം ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അല്ല, ഇപ്പോൾ ജസ്നയെ കണ്ടു എന്ന് അവർ പറഞ്ഞിട്ട് അവർക്ക് വേറെ എന്ത് നേട്ടമാണ്? കാരണം ആ കുട്ടി കാണാതായതാണ്, ഇവിടെ വന്നു എന്ന് അവർ ഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു കേസ് എന്തെങ്കിലോട്ട് കെട്ടിച്ചമച്ച് അവർക്ക് സന്തോഷിക്കാം, എന്നെ ബുദ്ധിമുട്ടിക്കാം. ഇപ്പം തന്നെ ലൈവിലെല്ലാം വന്നില്ലേ? അപ്പോൾ അവരുദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. കാരണം എൻ്റെ ലോഡ്ജ് പതിവായിട്ട് വരുമായിരുന്നു. പിന്നെ അത്യാവശ്യം ഇവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ കൂടായിരുന്നു. പിന്നെ ലോഡ്ജിലെ അസാധാപ്യം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഒഴിവാക്കി. ഇതുപോലെ എൻ്റെ ലോഡ്ജിലെ പോലെ സാധനത്തിന് വേറെ കിട്ടത്തില്ല. അങ്ങനെ ഇപ്പോൾ സ്റ്റാൻഡിൽ ലോട്ട് ഇവിടെ തെണ്ടിതിരിഞ്ഞ് നടന്നു. വീണ്ടും അങ്ങനെ നിന്നപ്പോൾ ഈ വിവാശം നിന്നപ്പോഴത്തേക്കും എനിക്കൊരു പണി തരാൻ വേണ്ടി ചെയ്തതാണ്. എന്തിനാ നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത്? എങ്ങനെയാണ്? എൻ്റെ ലോഡ്ജ് വന്ന് വരുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ ഭാര്യയും ഭർത്താവും വരുവാണെങ്കിൽ നിങ്ങളെ വന്ന് മുട്ടി വിളിക്കും. നിങ്ങളതാ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ കാശ് മേടിക്കുക. അതൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഇവിടെ ഇറക്കി വിട്ടു. ഇതിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തിനപ്പുറം ആ സ്ത്രീ ജസ്നയെ ഇവിടെ കണ്ടു എന്ന്, അതായത് കൃത്യമായി അവർ പറയുന്നുണ്ട്, പല്ലിൽ ക്ലിപ്പിട്ട പിങ്ക് ഡ്രസ് ഇട്ട് ഒരു മെലിഞ്ഞ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, അത് ജസ്ന തന്നെയായിരുന്നു, ജസ്നയ്ക്കൊപ്പം ഒരു താടി വെച്ച മെലിഞ്ഞ ആൺകുട്ടിയും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് അവർ സങ്കല്പിച്ച് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവില്ലേ? ആയിക്കോട്ടെ, അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഇവരെ എല്ലാം മറ്റേ ക്രൈംബ്രാഞ്ചാണോ പത്തനംതിട്ട ക്യാമ്പിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. അന്ന് ഈ പുള്ളി പറയുന്നില്ല. ഇപ്പം ഞാൻ ഈ വിഷയം ഉണ്ടായപ്പോൾ മാത്രം പറയുമ്പോൾ എന്താണ് ഉദ്ദേശം? ഈ പുള്ളിക്ക് ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കത്തില്ലേ? അല്ലെ ഒരു ചെറിയൊരു ലെറ്റർ ആണെങ്കിലും എഴുതിയെടുത്തില്ലേ? നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇല്ല, ഞാൻ ഭീഷണിപ്പെടുത്താനൊന്നും പോയിട്ടില്ല. ഈ കുട്ടിയെ കാണാതായ സമയത്ത് പത്രത്തിൽ വാർത്ത വന്നപ്പോൾ നിങ്ങളെ കൊണ്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഇത് പുറത്ത് പറഞ്ഞ് വെറുതെ കുരുങ്ങാൻ നിൽക്കണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ സ്ത്രീയായിട്ട് സംസാരിക്കാൻ കൊള്ളത്തില്ല. ജസ്റ്റ് കണ്ടു പോകുന്ന അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. ഇല്ല, എൻ്റെ അറിവിലില്ല. ഇല്ല, ഒരു പോലീസ് എന്നോട് ചോദിച്ചിട്ടില്ല. എന്നെ CBI ആണോ ക്രൈംബ്രാഞ്ച് ആണോ ഉദ്യോഗസ്ഥന്മാരെ പത്തനംതിട്ട വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ചു നേരം വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിസരത്തിൽ അന്വേഷിച്ചു. ഈ ഹോട്ടലിന് അടുത്ത് വെച്ചാണ് CCTVയിൽ ജസ്നെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജസ്നെ ഇവിടെ വന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളൊരു നിഗമനത്തിലും എത്തിക്കൂടെ? അതെത്തിക്കൂടാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്നെ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്? ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ഉറപ്പാടും വന്നിട്ടില്ല. ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെ പേരും രജിസ്റ്റർ ചെയ്യാറുണ്ട്? രജിസ്റ്റർ ചെയ്താറുണ്ട്. അതായത് ഇവിടെ മണിക്കൂർ കണക്കിന് റൂം കൊടുക്കാറുണ്ട്? മണിക്കൂർ കണക്കിന് കൊടുക്കാറില്ല. ഇപ്പം നിങ്ങൾ വരുന്ന ഇപ്പം യാത്ര ചെയ്ത് വന്നപ്പോൾ ഫ്രഷ് ആകണം, അത് പകുതി ചാർജ് ആക്കി റൂം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നതായിട്ട് ഓർക്കുന്നുണ്ട്? അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനെ വരുന്നവരുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാറുണ്ട്? ഉണ്ട്, രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കത്തുള്ളൂ. ഈ ടൗണിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് വിളിപ്പിച്ചത്? അതെ. ഇത് വിളിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ലോഡ്ജുകാരെയും വിളിപ്പിച്ചു. ഇതിങ്ങനെ ഓരോ പോലീസിനും ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ ആ സ്റ്റെപ്പ് അനുസരിച്ച് ഞങ്ങളെ വിളിച്ചു. സ്ത്രീയെയും വിളിപ്പിച്ചിട്ടുള്ള ഈ സ്ത്രീ അല്ല, ഇവിടെ പോസ്റ്റിക്കൂട്ടായി നടക്കുന്ന എല്ലാ സ്ത്രീകളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ വിളിച്ചിട്ട് ഈ ലൈംഗിക തൊഴിലാളിയായിട്ട് നടക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ടോ അവരെല്ലാം രഹസ്യമായിട്ട് ഫോൺ വിളിച്ച് നമ്പർ മേടിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം അവിടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്ത്രീകളോട് അപമര്യാദ പെരുമാറാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്, അവരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം വിളിപ്പിക്കുന്നത്. അപ്പോൾ ജസ്ന അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇതും ഹോട്ടലുമായി ബന്ധപ്പെട്ടില്ല? എൻ്റെ ഹോട്ടൽ ലോഡ്ജുമായിട്ട് ഇവർ യാതൊരു ബന്ധവുമില്ല.